ഹലോ ഗായ്സ്, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയേച്ച് വരിക. നമ്മളിന്ന് ഒരാളെ കാണാൻ പോകുന്നുണ്ട്. പോയി കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട ആളെ കൊണ്ടുവരുന്നതിന് മുമ്പ് കുട്ടിപ്പട്ടാളം എല്ലാം അരി മേടിക്കാനായിട്ട് പോവുകയാണ്. നേരെ സ്റ്റെപ്പ് കയറി പോയാൽ മതി. ഇതുങ്ങളെല്ലാം കൂടെ നോക്കിക്കേ, ഇതിലേക്ക് കയറിയാൽ പോകുന്നതെന്ന്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണാനും കേട്ടോ. നല്ല രസമില്ല, നോക്കിക്കേ. ഇവർ അരി മേടിക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? സ്കൂളിൽ നിന്ന് അരി കിട്ടുമെന്ന് പറഞ്ഞു. അതിന് കവറൊക്കെ ആയിട്ട് ഇറങ്ങി. കവറൊക്കെ ഇവിടെ സ്റ്റെപ്പേ കൊണ്ട് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി നടക്കുക. എന്താന്ന് പറഞ്ഞാലും ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില. നമ്മൾ കാണാൻ പോകുന്ന ആളെ ഇഷ്ടപ്പെടുവോ, എങ്ങനാ എന്തുവാന്നൊക്കെ ഉള്ള ആ ഒരു ആകാംക്ഷയല്ല ഞാനും. നമുക്ക് എന്താണേലും കുട്ടീസിൻ്റെ ഇവിടെ പോയി ആദ്യം അരി മേടിച്ചിട്ട് വരാവേ. അമ്മൂസ് പഠിക്കുന്ന സ്കൂളാണേ. ഇങ്ങനെ സ്കൂളൊക്കെ കാണുമ്പോഴത്തേ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ബാല്യകാലത്തിലേക്ക് അല്ലെ നമ്മുടെ സ്കൂൾ ജീവിതത്തിലേക്ക് പോകാതിരിക്കും അല്ലേ. എത്ര വലുതായെന്ന് പറഞ്ഞാലും നല്ല കുറേ ഓർമ്മകളുള്ളത് ഇങ്ങനെ ഈ പുറകോട്ട് പോകുമ്പോഴല്ലേ അല്ലേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇതുപോലുള്ള വരാന്തയൊക്കെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമില്ലേ. എത്രയാണെന്ന് പറഞ്ഞാലും പഠിക്കുമ്പോഴൊന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്നാലോ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി ഒന്നുകൂടെ ഒക്കെ അവിടെയൊക്കെ ചെല്ലാൻ പറ്റുമ്പോഴത്തേന് പല ഓർമ്മകളല്ലേ. എന്ത് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. നമ്മളൊക്കെ ഓർക്കുമോ സ്കൂൾ ജീവിതം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന്. പിന്നെ ഓർക്കുന്നത് എന്താ, തിരിച്ചൊന്ന് കിട്ടിയിരുന്നേലെന്ന് പറഞ്ഞ് കൊതിക്കുന്ന ആ നിമിഷങ്ങൾ. അപ്പം നമ്മുടെ കുട്ടീസ് അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇരിക്കുക. ഒരുത്തിയുടെ കയ്യിലിരിക്കുന്ന കവറ് പൊട്ടിപ്പോയി, അതൊക്കെ ചുരുട്ടി പിടിച്ചൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അല്ലേ, തിരിച്ച് കിട്ടാത്ത നിമിഷങ്ങളായി കടന്നു പോകുന്നതെന്ന്. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോകാവേ. നമ്മളെത്തി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഇന്ന് തന്നെ നമുക്ക് കൂട്ടിയിട്ട് പോകണം. എനിക്കെന്താണേലും ഇഷ്ടപ്പെട്ടു. ഞാനിന്ന് കൂട്ടിയിട്ട് പോകുന്നു കേട്ടോ. രാത്രി 10:30 ആളിങ്ങ് എത്തിയപ്പോഴത്തേന്. അങ്ങനെ ഞാൻ പറഞ്ഞ ആള് നമ്മുടെ അടുക്ക് എത്തി. കറക്റ്റ് 1 വർഷം കഴിഞ്ഞ് ഏപ്രിലിൽ നിർത്തി. ഈ ഏപ്രിലായപ്പോൾ വീണ്ടും എത്തി നമ്മുടെ ആള് പശുക്കൂട്ടിലേക്ക്. ഒരു പ്രായമുള്ള അച്ഛനും അമ്മയും കൂടെ വളർത്തിയതാ. പക്ഷെ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നേ. നമുക്ക് പേരിടണ്ടേ? ഞാൻ പേരിട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ അവളുടെ പേര്? ഈ കുട്ടി കുറുമ്പിക്ക് നമ്മൾ ഇട്ടേക്കുന്ന പേരാണ് മാളു. മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമായിരുന്നു പറയാനല്ലേ. രാവിലെ എഴുന്നേറ്റ് വന്നതേ ഇവിടെ വളർത്തു തുടങ്ങി. പെല്ലറ്റൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക അപ്പൂസ്. ഇന്നലെ രാത്രി വന്നിട്ടൊന്നും തൊടാനൊന്നും പറ്റിയില്ല. ഇനി രാവിലെ എണീറ്റതേ വന്നിട്ട് മാളുവിൻ്റെ കൂടെ തന്നെയാ. മതിയടാ. അവളുമാരെ ഫോൺ എടുത്ത് വിളിച്ച് പശുവിനെ കാണാൻ രാവിലെ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവരെ നോക്കിയിരിക്കുക. ജൂലിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്നേഹിക്കുന്നേ. ഇതിനെയൊക്കെ കൊണ്ടുപോടാ ഫസ്റ്റ്. രാവിലെ കഴിക്കാനിരുന്നപ്പോൾ എൻ്റെ കൂടെ ജൂലിപ്പെണ്ണും ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊന്നായെ കാണാൻ ക്യാൻറ്റീൻ വരെ പോയാലോ? കള്ളിപ്പെണ്ണ് എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാ.
രാവിലെ 6:30 ആകുമ്പം ഇവിടെ എത്തുന്ന വീട്ടിൽ നിന്ന്. ഇവിടെ വന്ന കുളിയൊക്കെ ദാ ചാടി മറിഞ്ഞ് നടക്കുക അമ്മൂസും അപ്പൂസും. അങ്ങനെ നമ്മുടെ പൊന്നാട കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പൊന്നായിക്ക് ഉറങ്ങണം, പൊട്ടുകുത്തണം. അങ്ങനെ നമ്മുടെ പൊന്ന സുന്ദരിയായിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് ഉറങ്ങാൻ ഉറക്കി കിടത്തിയതാ. നോക്കിക്കോണേ, കയ്യിലിരുന്നപ്പോൾ നന്നായിട്ട് ഉറങ്ങി. തൊട്ടി കിടത്തിയപ്പോൾ നോക്കിക്കേ നമ്മുടെ കള്ളിപ്പെണ്ണ് ചുന്തിരിപ്പെണ്ണിൻ്റെ പരിപാടികളൊക്കെ നോക്ക്. കണ്ണും തുറന്ന് കിടക്കുന്നു. കണ്ണും വീഴ്ച കിടക്കുക കള്ളി. ഒരുത്തി പാത്തിരുന്ന് കഴിക്കാൻ പോവാ. രാവിലത്തെ ആഹാരം ഉച്ചയ്ക്ക് കഴിക്കുന്നതേ. ഇവിടുത്തെ ചോറും മീനും ഒക്കെ എവിടെ പോകുന്നതാന്ന് കണ്ടോ? ഇവളുടെ പ്ലേറ്റിലോട്ട് നോക്കിക്കേ. സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂടാ. നല്ല ശക്തിക്ക് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും വിയർത്ത് കുളിക്കും തൊട്ടി കിടക്കുമ്പോൾ. തൊട്ടി കിടന്നാലേ കുറച്ച് നേരം ഇവിടെ ഉറങ്ങുകയുള്ളൂ. അപ്പൂസും ഉറങ്ങി, പൊന്ന ഉറങ്ങി. നോക്കിക്കോണേ, ഇപ്പോൾ ഒരാളിവിടെ ഇരുന്ന് ഉറങ്ങുന്നു. കിടക്കാൻ സ്ഥലമില്ല, ഇനി ഇരുന്ന് ഉറങ്ങുക അമ്മൂസ്. ഇവിടെ വരെ വന്നതല്ലേ, ഈ ബൈക്ക് ഇച്ചിരി പാത്രം കഴുകി കൊടുത്തിട്ട് പോകാം. അവന്മാർ 2 പേരുടെ മുടി വെട്ടണം. മുടി വെട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബഹളമാണെന്നറിയാം. അവർ പറയുന്ന രീതിയിൽ മുടി വെട്ടണം. നമ്മുടെയൊക്കെ മുടി വെട്ടാൻ പഴയ കാലത്ത് കൊണ്ടിരുത്തുന്ന എന്താ, ഒരു കസേരയിലോട്ട് ഒരു പലക എടുത്തിടും, എന്നിട്ട് അതേലോട്ട് ഇരുത്തും. എന്നിട്ട് അമ്മയൊക്കെ പറയുന്ന രീതിയിൽ വെട്ടിക്കുക. ഇറങ്ങിക്കഴിയുമ്പോൾ അമ്മയോ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നല്ലതായിട്ട് നിനക്ക് ചേരുന്നുണ്ട് ഇപ്രാവശ്യം വെട്ടിയതെന്ന്. എന്നും ഒരേ സ്റ്റൈലിൽ വെട്ടിയിട്ടല്ലേ. അങ്ങനെയല്ലായിരുന്നോ? ഞാനും ഒപ്പു അടി തുടങ്ങി. ഇപ്പോൾ ഇവർ വെട്ടുന്ന എന്താ, സൈഡ് മാത്രം എടുത്തു വിടും. അതിന് ഞാനും അകത്ത് കയറി. അന്നേരം ഇപ്പോൾ എന്നെ കാണിക്കുമോ വെട്ടേണ്ട ഏത് സ്റ്റൈലാണെന്ന്. ഞാൻ എനിക്കിഷ്ടമുള്ള സ്റ്റൈൽ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. എപ്പോഴും പറയുന്നത് കേൾക്കാം, എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ വെട്ടി അവരുടെ വീട്ടിലൊക്കെ വെട്ടാൻ സമ്മതിക്കും, ഈ അമ്മ മാത്രമേ ഉള്ളൂ സമ്മതിക്കാത്തതെന്നൊക്കെ പറയുവേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. വേറൊരെണ്ണം ഇരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കേന്ദ്ര ഇവനാ. അങ്ങനെ 2ന്റെ മുടിവെട്ടൽ കഴിഞ്ഞു. 10-15 ദിവസത്തേക്ക് കാണുമായിരിക്കും. അപ്പോൾ ശരി ഗായ്സ്, ഇത്രയും സമയം എൻ്റെ കൂടെ ഇരുന്നതിന് ഒരുപാട് നന്ദി. ബൈ.